നമസ്കാരം. എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുമാരൻ ആശാൻ്റെ വീണപ്പൂവ് എന്ന കവിതയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. 1873 തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിൽ ശ്രീ നാരായണൻ പെരുങ്ങാടിയുടെയും ശ്രീമതി കാളിയമ്മയുടെയും മകനായി കുമാരനാശാൻ ജനിച്ചു. ബാല്യത്തിൽ തന്നെ സംസ്കൃതം പഠിക്കാൻ ആശാന് അവസരം കിട്ടി. സർക്കാർ സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ് പാസ്സായ ആശാൻ ബുദ്ധിസാമർഥ്യം കൊണ്ട് ആ സ്കൂളിൽ തന്നെ അധ്യാപകനായി. സർവീസ് നിയമപ്രകാരം വയസ്സ് തികയാത്തതിനാൽ ജോലി തുടരാനായില്ല. 17 വയസ്സിനടുത്ത് വെച്ച് ശ്രീനാരായണ ഗുരുവുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് മുതലാണ് ആശാൻ്റെ ജീവിതം നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തുന്നത്. വിജ്ഞാനദാഹിയും ചിന്താശീലനും പ്രതിഭാസമ്പന്നനുമായ കുമാരുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പരിപൂർണമായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സാഹചര്യങ്ങൾ ക്രാന്തദർശിയായ ഗുരു ചെയ്തു കൊടുത്തു. തമിഴിലും സംസ്കൃതത്തിലുമുള്ള വേദാന്ത ഗ്രന്ഥങ്ങൾ കൂലങ്കഷമായി പഠിക്കാൻ ആശാന് അവസരം കിട്ടി. വിശ്രമമില്ലാത്ത സാമൂഹ്യ പ്രവർത്തനത്തിനിടയിലും കവിത എഴുതാൻ ആശാൻ സമയം കണ്ടെത്തിയിരുന്നു. വീണപ്പൂവ്, നളിനി, ലീല, ബുദ്ധചരിതം 1ാം സർഗം, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, പുഷ്പവാടി, ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷുകി, കരുണ എന്നിവയാണ് ആശാൻ്റെ പ്രധാന കൃതി. ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ, കുമാരനാശാൻ എന്നിവരെയാണ് ആധുനിക കവിത്രയങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഉള്ളൂരും വള്ളത്തോളും മഹാകാവ്യം എഴുതി മഹാകവികളായവരാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവിയാണ് കുമാരനാശാൻ. സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകളെ മാനിച്ച് അന്നത്തെ വെയിൽസ് രാജകുമാരൻ ആശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്ന് 1922 ബഹുമാന സൂചകമായി മഹാകവി പട്ടം നൽകി. അതോടൊപ്പം പട്ടും വളയും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കുമാരനാശാനാണ് മലയാളത്തിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്ന് പറയപ്പെടുന്നു. ആശാൻ്റെ കവിതകളിലുടനീളം തത്വചിന്തയും ആത്മീയതയും നിഴലിച്ചു കാണാം. ഒരു പൂവ് വീണ് താഴെ കിടക്കുന്നത് കണ്ടപ്പോൾ ആശാൻ ശ്രീഭൂവിൽ അസ്ഥിര എന്ന സാമാന്യ തത്വം ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഭൂമിയിൽ ഒന്നും സ്ഥിരമല്ല, എല്ലാം നശ്വരമാണ്, ക്ഷണികമാണ് എന്ന് അദ്ദേഹം ആ ഒരൊറ്റ പൂവിലൂടെ തന്നെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു. ഹാ പുഷ്പമേ, അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കവേ നീ, ശ്രീഭൂവിൽ അസ്ഥിര ആ സംശയം ഇന്ന് നിന്റെ ആഹൂതി അങ്ങ് പുനരങ്ങ് കിടപ്പിതോർത്താൽ എന്ന് പറയുന്നു അദ്ദേഹം. ഒരു പൂവിടർന്ന് സുഗന്ധം പരത്തി ഒരു രാജ്ഞിയുടെ കണക്ക് എല്ലാവർക്കും ആനന്ദം പകർന്ന് നൽകിയിരുന്ന ആ പൂവിന് പോലും കൂടിപ്പോയാൽ ഒരാഴ്ചയിൽ കൂടുതൽ ആ ചെടിയിൽ നിൽക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെയാണ് ജീവിതവും. ഈ ഭൂമിയിലുള്ള ഒന്നും സ്ഥിരമല്ല, എല്ലാം നശ്വരമാണെന്ന് അദ്ദേഹം പറയുന്നത്. അവനി വാഴ്വ് കിനാവ് കഷ്ടം എന്ന് പറഞ്ഞാണ് കവിത അവസാനിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുക എന്നത് ഒരു കിനാവ് കാണുന്നത് പോലെ മാത്രമാണ് എന്നാണ് പറയുന്നത്. അന്നത്തെ സാമുദായിക വ്യവസ്ഥകളോടും ജാതിചിന്തയോടും എല്ലാം അതിനെല്ലാം എതിരായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെ എത്താൻ, ചട്ടങ്ങൾ മാറ്റിയില്ലെങ്കിൽ ചട്ടങ്ങൾ നിങ്ങളെ മാറ്റും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ചണ്ഡാലഭിക്ഷുകി, ദുരവസ്ഥ എന്നീ കവിതകൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാവുന്നതാണ്. സാമുദായിക കാര്യങ്ങൾക്ക് യാത്ര പോകുന്നതിനിടയിൽ പല്ലനെ ആറ്റിൽ വെച്ച് ഉണ്ടായ ബോട്ടപകടത്തിൽപ്പെട്ട് 51ാമത്തെ വയസ്സിൽ ആശാൻ അന്തരിച്ചു. ഈ കവിതയുടെ വിശദാംശങ്ങളുമായി ഗീത എത്തുന്നതായിരിക്കും. സ്നേഹഗായകൻ എന്ന വിശേഷണത്തിന് അർഹനായ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ്. 1907 മിതവാദി പത്രത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഒരു പൂവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഘട്ടങ്ങളെ അതിസൂക്ഷ്മമായി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. 41 പദ്യങ്ങളാണ് ഈ കൃതിയിലുള്ളത്. കൃതിയുടെ തുടക്കം ഹാ പുഷ്പമേ എന്നാണ്. അതിലൂടെ അതിലേക്ക് ആ പൂവിൻ്റെ മനോഹാരിതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എത്ര ശോഭിച്ചിരുന്നു ഒരു രാജ്ഞി കണക്കേ നീ എന്ന് പറയുന്നതിലൂടെ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ആ പൂവിൻ്റെ ഉന്നതമായ പദവി നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം പൂവിൻ്റെ
ശൈശവം, ബാല്യം, കൗമാരം, യൗവനം എന്നീ അവസ്ഥകളിലേക്ക് കവി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ലാളിച്ചു പെറ്റ ലതയൻപൊടി ശൈശവത്തിൽ പാലിച്ചു പല്ലവപുടങ്ങളിൽ വെച്ച് നിന്നെ. അമ്മയാകുന്ന ചെടി പ്രസവിച്ച് ലാളിച്ചു പല്ലവപുടങ്ങൾ, പല്ലവം തളിരിലയാകുന്ന കൈകളിൽ വെച്ചുകൊണ്ട് ലാളിക്കുകയും ഒക്കെ ചെയ്തു. അതോടൊപ്പം പ്രകൃതി ആ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ പരിചരണവും ലാളനവും എല്ലാം നൽകുകയാണ്. എല്ലാം പഠിക്കാൻ പ്രകൃതിയിൽ നിന്ന് ആ കുഞ്ഞ് പൂവ് പഠിക്കുന്നു. എന്തൊക്കെയാണ്? പ്രകൃതി അതിനെല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. ആലോല വായു തൊട്ടിലുമാട്ടി താരാട്ട് ആലാപമാർന്നു മലരെ ദലമർമരങ്ങൾ എന്ന് പറയുന്നതിലൂടെ എന്താണ് പിന്നെ ഇളംകാറ്റ് തൊട്ടിലാട്ടി കൊടുക്കുന്നു. ഇലയുടെ മർമരങ്ങൾ താരാട്ട് പാടിക്കൊടുക്കുന്നു. അതുപോലെ പാലുപോലുള്ള നിലാവിൽ കുളിക്കുന്നു. സൂര്യൻ്റെ ഇളം ചൂടിൽ ശോഭിക്കുന്നു. പിന്നെ ഇളയ മുട്ടുകളോട് ചേർന്ന് കളിക്കുന്നു. അങ്ങനെ നാളുകൾ കിളികളിൽ നിന്ന് പിന്നെ കിളികളിൽ നിന്ന് പാട്ട് പഠിക്കുന്നു. അങ്ങനെ ഒരു കൊച്ചുകുട്ടിയുടെ വളർച്ചയിൽ ഏതെല്ലാം ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുവോ അതെല്ലാം ഇവിടെ പ്രകൃതി ഒരുക്കി കൊടുക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും ഒരു കൊച്ചു കുട്ടിയായിട്ട് തന്നെ നമ്മൾക്ക് ഈ പൂവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അത് വളർന്ന് ശോഭിച്ചു. ഈ ഘട്ടങ്ങളെല്ലാം പിന്നിട്ട് യൗവനത്തിലേക്ക് എത്തുമ്പോഴേക്കുമാണ് ഒരു രാജ്ഞിയെ കണക്കെ ശോഭിച്ച് വിടർന്ന് പരിലസിച്ച് പരിമളം പരത്തി കാണുന്നവരുടെ നയനങ്ങൾക്ക് ആനന്ദം നൽകി അവൾ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത്. ആ പൂവ് ഞെട്ടറ്റ് മണ്ണിനോട് ചേർന്ന് വീഴുന്നു. അവിടെ കരിഞ്ഞ് അലിഞ്ഞ് മണ്ണിനോട് ചേർന്നിപ്പോൾ വിസ്മൃതമാകുമല്ലോ എന്ന് കവി നിരാശപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുകയാണ്. അത് ഈ അവസ്ഥയെ ആദ്യം ഹാ പുഷ്പമേ എന്ന് തുടങ്ങി കവി അവനി വാഴ്വു കിനാവ് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടം എന്ന ആ വാക്കിലൂടെയാണ് അവസാനിപ്പിക്കുന്നത്. ഇതെല്ലാം ഒരു പൂവിലേക്ക് മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥയെ ആരോപിച്ചുകൊണ്ട് നമുക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഒരു കിനാവ് പോലെയാണ്. അതുകൊണ്ടല്ലയോ മനുഷ്യ നീ സുഖസൗകര്യങ്ങളും സൗന്ദര്യവും മറ്റ് എല്ലാം കണ്ട് ആനന്ദിക്കുക വേണ്ട. ഇത് നശ്വരമാണ് മനുഷ്യജീവിതം. അതുമാത്രമല്ല ഈ ഭൂമിയിൽ ഐശ്വര്യം ഒരിക്കലും സ്ഥിരമല്ല എന്നും കൂടിയുള്ള ഒരു ലോകതത്വമാണ് കവി നമ്മളിലേക്ക് പകർന്നു നൽകിയത്. അങ്ങനെ പൂവിൻ്റെ ജീവിതം നമ്മൾ എല്ലാ കാലത്തും ഒരു കാലിക പ്രസക്തിയോടുകൂടി നമ്മളുടെ എല്ലാം ആസ്വാദകരുടെ എല്ലാം മലയാളികളുടെ എല്ലാം മനസ്സിൽ ചേക്കേറിയിരിക്കുകയാണ്. എപ്പോഴെടുത്ത് വായിച്ചാലും നമ്മുടെ ഹൃദയത്തിനൊരു നൊമ്പരം ഏകുന്ന അതിസുന്ദരമായ കൃതിയാണ് ആശാൻ്റെ വീണപ്പൂവ്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. നന്ദി, നമസ്കാരം.